ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്ത്രീകള് ഒരു പുരുഷനെ സ്നേഹിക്കുന്ന സമയത്ത് എപ്പോഴും അയാൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ അവർ ഗുഡ് ലുക്കിംഗ് ആണോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റേറ്റസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈലും ഡ്രസ്സിങ് സെൻസ് ഒക്കെ എങ്ങനെയാണ്, ഇത് മാത്രമൊന്നും അല്ല കേട്ടോ നോക്കുന്നത്. ശരിക്കും സ്ത്രീകൾ ജെന്യുവൻ ആയിട്ട് ആഗ്രഹിക്കുന്നത് അവളെ ഇമോഷണലി സേഫ് ആക്കി വെക്കുന്ന, അവളെ റെസ്പെക്ട് ചെയ്യുന്ന, അവൾക്ക് ലൈഫിൽ വാല്യൂ കൊടുക്കുന്ന പുരുഷന്മാരെയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശരിക്കും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരുഷന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, എ മാൻ ഹൂ ലിസൺ. നമ്മൾ കേട്ടിരിക്കുന്ന, നമ്മളൊരു ബോറടിയും ഒന്നും കൂടാതെ, നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമ്മൾ കേട്ടിരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനെയും സ്ത്രീയെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരിക്കും, അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും. ഇപ്പം ഒരു ദിവസത്തെ കാര്യമാണെങ്കിൽ പോലും അവരതിനെ വലിച്ചു നീട്ടി അതിനിങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് ഒരു വലിയ കഥയായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. സോ ഇതെല്ലായ്പ്പോഴും എല്ലാവരും കേട്ടിരിക്കണമെന്നില്ല. എസ്പെഷ്യലി എല്ലാ പുരുഷന്മാരും നല്ല ഗുഡ് ലിസണേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവരെ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കഥകൾ ആസ്വദിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് ഒരു അറ്റാച്ച്മെന്റ് തോന്നും. പിന്നെ ഇതിലുള്ള വേറൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഡേറ്റിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഈ സ്ത്രീ എല്ലാ ദിവസവും വന്നിട്ട് ഇവരുടെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇവർ ജസ്റ്റ് ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവര് കൂടുതലായിട്ട് സംസാരിക്കുന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു 1 വീക്ക് നിങ്ങൾ സംസാരിച്ചു, ആ 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് ഈ സ്ത്രീക്ക് ഈ പുരുഷനെ ഒരുപാട് മിസ് ചെയ്യും. ഇപ്പം അവൻ കൂടുതലായിട്ട് ഇവളോട് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ഈ സ്ത്രീക്ക് ഈ ഒരു അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു ആളുടെ പ്രസൻസ് നമ്മുടെ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം വളരെയധികം ഉണ്ടായിരിക്കും. സോ ലിസണിങ് എന്ന് പറയുന്നത്, അതായത് ഒരു റിലേഷൻഷിപ്പില് പാർട്ട്ണറിനെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവളുടെ കഥകള്, അതുപോലെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അതിൽ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സൈനുകളൊക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, എ മാൻ ഹു റെസ്പെക്ട് ഹെർ. അതായത് ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിപ്പോൾ സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും റെസ്പെക്ട് ചെയ്യുന്ന പുരുഷന്മാരെ എപ്പോഴും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളായിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ പാരന്റിങ്ങിലൊക്കെ നമ്മൾ കുട്ടികളാണ് വീട്ടിൽ, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ കുട്ടികളാണ്. അപ്പോൾ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് മേ ബി റെസ്പെക്ട് എന്നുള്ള രീതിയിലൊന്നും എല്ലാ കുട്ടികൾക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? കുട്ടികളെ സ്നേഹിക്കണം എന്ന് പറയും, അല്ലാതെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഡിസിഷൻസിന് നമ്മൾ പരിഗണന കൊടുക്കണം എന്നൊന്നും നമ്മൾ പറയാറില്ലല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടാത്ത ഒരു റെസ്പെക്ട് ഒരു പുരുഷനിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും അവരോടും ഒരു ഇഷ്ടമുണ്ടാവും. അതേപോലെ അവരെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു സ്ത്രീക്ക് റെസ്പെക്ട് കൊടുക്കുകയാണെങ്കിൽ, ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് ത്രൂ വേർഡ്സ് മാത്രം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവരോട് ഒപ്പീനിയൻ ചോദിക്കുന്നു, അതേപോലെ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ് എന്നുള്ള രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് റെസ്പെക്റ്റ് ആണ്. അതേപോലെ നീ എൻ്റെ കൂടെ ഓക്കെ അല്ലേ, നീ എൻ്റെ വീട്ടിൽ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു, നീ എൻ്റെ കൂടെ കംഫർട്ടബിൾ അല്ലേ ചോദിക്കുന്നു. ഇതെല്ലാം റെസ്പെക്റ്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതായത് ഒരു സ്ത്രീക്ക് നമ്മൾ വേണ്ട രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഉറപ്പായിട്ടും നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൂടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, എ മാൻ ഹു ഈസ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പുരുഷന്മാരെ എപ്പോഴും സ്ത്രീകൾ ഇഷ്ടപ്പെടും. കാരണം അവരുടെ ലവില് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. ഈ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ട്രോമ തരുന്ന ഒരു കാര്യമാണ്. കുറെ ദിവസം അവർ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, പിന്നെ കുറച്ച് ദിവസം നമ്മളെ സ്ട്രേഞ്ചറിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വേവ് പോലെ ഇതിങ്ങനെ പോകുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ കരിയർ ഗ്രോത്തിന്, അതേപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഒരിക്കലും സാധിക്കില്ല.
എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അവർ തരുന്ന ആ ഒരു സ്നേഹത്തിന്റെ അളവ് അവരിങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആക്കി കഴിയുമ്പോൾ നമുക്കാണെങ്കിലും ഒരു കൺഫ്യൂഷനാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അവർ ഒരേ രീതിയിലായിരിക്കും അവരുടെ പാർട്ട്ണറിനോട് ത്രൂ ഔട്ട് ലൈഫിൽ സ്നേഹം കാണിക്കുന്നത്. ഇപ്പൊ അവർ ഒരുപാട് സ്നേഹം കാണിക്കുന്ന ആളുകളാണെങ്കിൽ കണ്ടിന്യൂസ് ആ ഒരു ലൈഫിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അവർ സ്നേഹം അവർക്ക് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹം അവർ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവിൽ കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി 4ാമത്തെ കാര്യം, എ മാൻ മേക്ക് ഹർ ഫീൽ കംഫർട്ടബിൾ. അതായത് നമുക്ക് ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ, അതിപ്പോൾ ഒരു മാന് തന്നെ അല്ല കേട്ടോ, ഇപ്പം നമ്മുടെ ബ്രദർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ആണെങ്കിലും നമ്മുടെ പാരൻസ് ആണെങ്കിലും ഒരാളടുത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളുടെ ഒരു ഹോം എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ അടുത്തേക്ക് എപ്പോഴും പോകാനും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് ഓടിപ്പോവാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു കംഫർട്ട് നമുക്ക് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ലക്കാണ്. സോ ഇത്തരത്തിൽ കംഫർട്ട് സ്പേസ് കിട്ടുന്ന പുരുഷന്മാരുണ്ട് നമ്മുടെ ലോകത്ത്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്ഷൻ ഉണ്ടാവും. സ്ത്രീകൾ എപ്പോഴും അങ്ങനത്തെ ആളുകളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു കംഫർട്ട് സ്പേസ് തരാൻ കഴിയുന്ന ഒരാളാവണം എന്നവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അവർ ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്തവരാണെങ്കിലും അതേപോലെ തന്നെ ഗുഡ് ലുക്കിംഗ് അല്ലെങ്കിലും അവരുടെ ഫാമിലി സ്റ്റാറ്റസ് ഒന്നും നല്ലതല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ കംഫർട്ട് സ്പേസ് കൊടുക്കാൻ കഴിയുന്ന ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ സ്ത്രീകൾ ശ്രമിക്കും. ഇനി 5ാമത്തെ കാര്യം, ലൈഫിൽ ഒരു പർപ്പസ് ഉള്ള പുരുഷന്മാരാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഏത് റൂട്ടിലൂടെ പോകണം, ഒരു 5 വർഷം കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉള്ള പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. ഒരു പാർട്ട്ണറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് അവർക്കുണ്ട്. എങ്ങനെ ലൈഫ് പ്ലാൻ ചെയ്യണം എന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയാം. ഇതൊക്കെയാണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസിലാണ്. സോ അത്തരത്തിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളെ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടും. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഒരു സ്ത്രീ ഏത് തരത്തിലുള്ള പുരുഷന്മാരിലാണ് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്, അതുപോലെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ Rashna signing off.